സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷം. കൂടുതൽ ചെലവ് ചുരുക്കൽ പ്രഖ്യാപിക്കാൻ സാധ്യത. കഴിഞ്ഞ ദിവസം നിയമന നിരോധനം ഉൾപ്പെടെ ധനവകുപ്പ് ഏർപ്പെടുത്തിയത് ജനം ടി വി പുറത്തുവിട്ടിരുന്നു. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത് തന്നെയാണ് ആ വാർത്ത പുറത്തുവിട്ടത്. നിയമന നിരോധനം അടക്കം അടിവരയിട്ട് പറയേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ. ഇതിപ്പോൾ കൂടുതൽ നടപടികളിലേക്കോ? നമ്മളന്ന് പറഞ്ഞത് ഈ കണ്ണിൽ പൊടിയിടാനൊരു നാടകം, രാഷ്ട്രീയ നാടകം ആണ് ഈ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ചെലവ് ചുരുക്കൽ എന്നത്. മറുവശത്ത് ധൂർത്ത് കൃത്യമായി തുടരുന്നു, അല്ലേ? അങ്ങനെ തന്നെയാണ് കൃഷ്ണരാജ്. കാരണം സർക്കാർ വകുപ്പുകളുടെ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾക്കൊന്നും പണം നൽകാൻ സർക്കാരിനില്ല. അതേസമയം ഇഷ്ടക്കാർക്ക് വേണ്ടി കോടികൾ ചെലവഴിക്കുന്നതിൽ ഒരു മടി ഇല്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ പണം അനുവദിച്ചത്, ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിക്ക് യാത്രാബദ്ധ കൂട്ടി നൽകിയത്, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ യാത്രാബദ്ധ നൽകാൻ, ഇങ്ങനെ PSC അംഗങ്ങൾക്ക് ശമ്പളം വർദ്ധിപ്പിക്കാൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നതിന് സർക്കാരിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അടിസ്ഥാനപരമായ പ്രവർത്തികൾ ചെയ്യേണ്ട സർക്കാർ ഓഫീസുകളിൽ വാഹന ഉപയോഗത്തിന് പോലും ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം ഈ ഓഫീസ് സംവിധാനമുള്ള ഓഫീസുകളിൽ ഓഫീസിൻ്റെ ടൈപ്പിസ്റ്റ് തുടങ്ങിയ തസ്തികകളിൽ നിയമനം പരമാവധി ഒഴിവാക്കുക എന്നൊരു നിർദ്ദേശം, അതും കരാർ നിയമനമാണെങ്കിൽ മാത്രം മതി എന്ന രീതിയിലേക്കുമൊക്കെ കാര്യങ്ങൾ പോയിരിക്കുന്നു. കൗണ്ടറുകൾ ഒഴിവാക്കുക തുടങ്ങിയിട്ടുള്ള പലതരം നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താലും കുഴപ്പമില്ല, തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് പണം നൽകുന്നതിനൊന്നും സർക്കാരിനൊരു പ്രതിസന്ധിയും ഇല്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ മറ്റൊരു വശം എന്ന് പറയുന്നത്. എങ്ങനെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തി എന്നതിനും കൃത്യമായ ഉദാഹരണങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലമായി നടന്നു വരുന്ന ഒരു സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റ്, സുപ്രീം കോടതി പോലും വിമർശിപ്പിച്ച ആ സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റ് തന്നെയാണ് കേരളത്തെ കൂടുതൽ കടക്കണിയിലേക്കുമൊക്കെ തള്ളിവിടുന്നത്. കാരണം കടമെടുത്തതിൻ്റെ പലിശ കൊടുക്കുന്ന ഒരു വിചിത്രമായിട്ടുള്ള സാമ്പത്തിക മാനേജ്മെൻറ്റ് രീതിയാണ് കേരളത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും വാർത്തകളിലൂടെ നമ്മൾ പുറത്തുവിട്ടാണ്. എന്തായാലും ഇന്നും കേരളം കടമെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ട്. ഇന്ന് മുംബൈയിൽ റിസർവ് ബാങ്കിൻ്റെ മുംബൈയിലെ ഓഫീസിൽ ഈ കുബേർ സംവിധാനം വഴി വരുന്നുണ്ട് 990 കോടി കൂടി സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പ് ഏതാണ്ട് 42,515 കോടിയായി ഉയരുന്നൊരു സാഹചര്യമുണ്ട് എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട് കൃഷ്ണരാജ്. കാരണം കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ എന്തായാലും പോകുമെന്നുള്ള കാര്യത്തിലും ഈ ഘട്ടത്തിൽ നമുക്ക് തർക്കമില്ല. നേരത്തെ, അതായത് കോവിഡ് കാലത്ത് തുടങ്ങിയിട്ടുള്ള ഒരു സാമ്പത്തിക നിയന്ത്രണം അത് ഇപ്പോഴും ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നുണ്ട്. അത് അടുത്ത നവംബർ വരെ, കഴിഞ്ഞ നവംബർ സമയത്ത് നീട്ടിയിരുന്നു. അതായത് അത് അടിസ്ഥാനപരമായി ഓഫീസുകളിലെ നവീകരണം, പുതിയ വാഹനങ്ങൾ വാങ്ങുന്നത് തുടങ്ങിയവയ്ക്കൊക്കെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു പോയിരുന്നത്. പക്ഷേ ചില വകുപ്പുകളിലൊക്കെ സർക്കാർ ഈ നിയന്ത്രണങ്ങൾ മറികടന്ന് വാഹനങ്ങൾ വാങ്ങുന്നതും, പ്രത്യേകിച്ച് ധനവകുപ്പിലൊക്കെ വാഹനങ്ങൾ വാങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ സർക്കാരിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അത്തരം നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നു എന്നുള്ളതാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രീതിയിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് സർക്കാർ പോയത്. ഇനിയും ഇതുപോലെയുള്ള നിയന്ത്രണങ്ങൾ സർക്കാർ കണ്ടെത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പുതിയ വരുമാന മാർഗ്ഗങ്ങളും ഒക്കെ കണ്ടെത്തേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ കണ്ടതാണ്, പ്രത്യേകിച്ച് കോടതി നടപടികളുടെയൊക്കെ ഫീസ് വർദ്ധിപ്പിക്കുന്നത് പോലെ ഇതുവരെ അങ്ങനെ അധികം ഫീസ് വർധനവ് ഉണ്ടായിട്ടില്ലാത്ത അല്ലെങ്കിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ലാത്ത മേഖലകളിൽ കൂടി ജനങ്ങളെ പിഴിയുന്നതിനുള്ള കൂടുതൽ നിരക്ക് വർധനവും നികുതി വർധനവും ഒക്കെ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ സമാനമായ രീതിയിൽ കൂടുതൽ പണം കണ്ടെത്തുക, അതിനായി കൂടുതൽ മേഖലകളിൽ നിന്ന് സർക്കാരിന് വരുമാനം ഉണ്ടാക്കാൻ ഇത്തരത്തിൽ നിരക്കുകളും ഇപ്പോൾ അത്തത്ര സേവനങ്ങളുടെ നിരക്കുകളും ഒക്കെ വർദ്ധിപ്പിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സർക്കാർ കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായ നിയന്ത്രണങ്ങളിലേക്ക് തന്നെയാണ് ധനവകുപ്പ് നീളുന്നത്. ഇന്ന് ധനവകുപ്പിൻ്റെ വീണ്ടും ഒരു കടമെടുപ്പ് കൂടി നടക്കുകയും ചെയ്യുന്നു. കൃഷ്ണരാജ്, വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ. ഏതായാലും കൂടുതൽ ചെലവ് ചുരുക്കൽ നടപടികളിലേക്ക് നീങ്ങുകയാണ് സംസ്ഥാന സർക്കാർ എന്നാണ്. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമെന്നാണ് വ്യക്തമാക്കുന്നത്. പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.